പാഠം 980. ആലോചിച്ചുണ്ടാക്കുന്ന വഴക്ക്. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. തങ്കപ്പ സാറോ? ഇതെവിടെയാണ്? സാറിനെ പറ്റി ഒരു വിവരമില്ലല്ലോ. അതെയോ? ഓ, അത് ശരി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാറിനെ പറ്റി അന്വേഷിക്കാറുണ്ട്. താലൂക്ക് ഓഫീസിലെ സഹദേവൻ അയ്യടെ പറഞ്ഞത് സാർ എന്തോ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയെന്ന്. ഭാമയുടെ ഉണ്ട്. അല്ല, അവളുടെ കേസിന്റെ കാര്യത്തിലൊന്നും ഞാൻ അങ്ങനെ ഇടപെടാറില്ല. അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം കേസൊക്കെ ഏറ്റെടുക്കാറുള്ളത്. ഞാനതിലേക്ക് കയറി ഇടപെടുന്നത് ശരിയല്ലല്ലോ. ശരി, എന്നാ ഞാൻ ഭാമയോട് സംസാരിക്കാം. പിന്നെന്താ, സാറിനെ പോലെ ഒരാളൊരു കാര്യം പറയുമ്പോ ഞാനത് ഭാമയോട് സംസാരിക്കാതിരിക്കുമോ? എന്നാലും ഞാൻ സാറിനെ അങ്ങോട്ട് വിളിച്ചോളാം. ശരി. ഭാമേ, നീ ഇതൊരു തേച്ച് തീർന്നില്ലായിരുന്നോ? ഇപ്പൊ തീരുന്നേ. തങ്കപ്പ സാർ വിളിച്ചത്. ഏ തങ്കപ്പ സാറ്? പണ്ട് താലൂക്ക് ഓഫീസിലുണ്ടായിരുന്ന തങ്കപ്പ സാറല്ലേ? എനിക്ക് ഓർമ്മയില്ലേ? ഒരു പ്രാവശ്യം തങ്കപ്പ സാറോട് വന്നിട്ടുണ്ട്. അങ്ങേരിപ്പം സർവീസിലില്ലല്ലോ. ഇല്ല, അന്ന് തങ്കപ്പ സാറിനെതിരെ ഒരു കേസുണ്ടായിരുന്നല്ലോ. അന്വേഷണത്തിന്റെ ഭാഗമായി സാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിൽ പ്രതിഷേധിച്ച് പുള്ളിക്കാരൻ ജോലിയെ വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. ഇപ്പോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാ. നല്ല കച്ചവടം പറയുന്നത്. ടൗണിൽ പുതിയ ഓഫീസ് തുടങ്ങിയപ്പോ ഉദ്ഘാടനത്തിന് എന്നെയും വിളിച്ചിരുന്നു. അത് മോഹനേട്ടൻ എന്നോട് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ എന്താ പ്രശ്നം? അത് പറ. തങ്കപ്പ സാർ വിളിച്ചത് ഒരു കേസിന്റെ കാര്യം പറയാനാ. സാറും നമ്മുടെ പുത്തമ്പുരയിൽ ദാസപ്പനും തമ്മിൽ ഒരു കേസുണ്ട്. ഒരു അതിർത്തി തർക്കം. ഈ തങ്കപ്പ സാർ ഇപ്പൊ വിളിച്ചതെന്ന് വെച്ചാൽ, ഉത്തമ വിളിച്ചത് കേട്ടില്ലേ? എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിലായിരിക്കും ഉത്തമ വിളിച്ചത്. അതെന്താന്ന് ആദ്യം ചോദിക്കേ. നമുക്ക് സംസാരിക്കാനുള്ളത് പിന്നെയാണല്ലോ സംസാരിക്കാം. അച്ഛല്ലേ? അതെ. അയ്യോ, ആ കേസ് ഞാൻ അങ്ങനെ ഒഴിയും? ഒരു വഴി കാണിച്ചതാ. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം സാറേ, നമ്മുടെ ജോണിക്കുട്ടിയുടെ കാര്യം സാറിന്റെ അടുത്ത് ഒന്നുകൂടെ പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ. സാർ ഒന്നും വിചാരിച്ചാൽ അവൻ രക്ഷപ്പെടും. ഇതേ ജോണിക്കുട്ടിയുടെ ഇതേ പോക്കൊരുവിന്റെ കാര്യവുമായി മെനിഞ്ഞാന്ന് ഉത്തമൻ വില്ലേജ് ഓഫീസിലേക്ക് വന്ന ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് സാർ. അപ്പോ ഞാൻ എന്താണ് ഉത്തമനോട് പറഞ്ഞത്? സംഗതി നടക്കൂല എന്ന്. മെനിഞ്ഞാന്ന് ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഇന്ന് എങ്ങനെ നടക്കും? സാറേ, സത്യം പറയാലോ. സത്യം പറയൂ. മെനിഞ്ഞാന്ന് നമ്മള് സംസാരിച്ച് പോക്കൊരു നടക്കൂല എന്ന് സാർ പറയുകയും ചെയ്ത്. അതോടുകൂടി ഞാൻ ആ സംഭവം വിട്ടതാണ് സാറേ. പക്ഷേ ഇന്നലെ രാവിലെ ജോണിക്കുട്ടി എന്നെ കാണാൻ പിന്നെയും വന്നു. ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞ തല ഊരി. പക്ഷെ ഇന്ന് രാവിലെ വീട്ടിൽ വന്നിട്ട് കരച്ചിലോട് കരച്ചില്. എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കി കൊടുക്കണം സാറേ. ശരിയായി കൊടുക്കാം. അത് മതി. പക്ഷേ അതിന്റെ പേരിൽ എന്റെ ജോലി പോയ ഉത്തമ സമാനം പറയോ? ജോലി പോവാനാ? അതെങ്ങനെ സാറേ? ഉത്തമ, ജോണിക്കുട്ടി ആധാരം എഴുതിയപ്പോൾ വാങ്ങിയ സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന 6 സെന്റ് പുറമ്പോക്ക് കൂടി അതിലൂടെ കഴിച്ചത്. ജോണിക്കുട്ടി വാങ്ങിയത് 38 സെന്റ് സ്ഥലം. പക്ഷേ ആധാരത്തിന്റെ അതിർത്തി വെച്ച് നോക്കിയാൽ അത് 44 സെന്റ് സ്ഥലമുണ്ട്. ആരും അറിയാതെ പുറമ്പോക്ക് അങ്ങ് അടിച്ചു മാറ്റി. ആ ആധാരം മുൻപിൻ നോക്കാതെ ഞാൻ പോക്കുവരവ് ചെയ്തു കൊടുത്താൽ ഒരു കേസ് വന്നാൽ ഞാൻ പ്രതിയാകും, എന്റെ ജോലിയും പോവും. മനസ്സിലായല്ലോ? അത് മനസ്സിലായി സാറേ. പക്ഷെ ജോണിക്കുട്ടിയുടെ അടുത്ത് പറഞ്ഞതേ സാറ് മനസ്സ് വെച്ചാൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. മനസ്സ് വെച്ചാൽ മതി. എന്റെ ജോലി പോകണമെന്ന് ഞാൻ മനസ്സ് വെച്ചാൽ. ന്യായമായ ഒരു കാര്യമാണെങ്കിൽ കെ മോഹനേഷ് സാർ അത് ചെയ്തു കൊടുക്കുമെന്ന് ഉത്തമൻ അറിയാമല്ലോ. അറിയാം. ഇത് ന്യായമായ കാര്യമാണോ? അല്ല. ഇനി ജോണിക്കുട്ടി ഇതിന്റെ പേരിൽ ഉത്തമനെ കാണാൻ വന്നാൽ ഇത് നടക്കുകയില്ല എന്ന് പറഞ്ഞേക്ക്.
ഓ ശരി സാറേ. പിന്നെ ഇത്രയും കുഴപ്പം പിടിച്ച കേസാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ജോണിക്കുട്ടിയുടെ കാര്യം പറഞ്ഞാ ഇനി ഈ വീട്ടിന്റെ ഭാഗത്തോട്ടേ വരൂല. എന്നാ പിന്നെ ഞാൻ പോക്കട്ടെ സാറേ. ഓ ശരി. അതാര്? നമസ്കാരം വക്കീലേ. എന്തേ എന്താണ്? ഉത്തമൻ എന്തിനാ വന്നേ? നമ്മുടെ ജോണിക്കുട്ടിയുടെ ഒരു പോക്ക് വരവിന്റെ കാര്യം വക്കീലേ. ആധാരം എഴുതിയപ്പോ അതിൽ കുറച്ച് പിറമ്പോക്ക് കൂടി ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും പോക്ക് വരവ് ചെയ്യാൻ പറ്റൂല എന്നാണ് മോനേഴ് സാറ് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സാറിന്റെ ജോലി പോകുമെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ജോണിക്കുട്ടി ഒന്ന് കാണുന്നു ഉത്തമ. ഞാനേ ഒരു വലിയ കുഴപ്പത്തിൽ ചാടാൻ പോവാ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ചിലപ്പോ ജോണിക്കുട്ടിയുടെ സഹായം വേണ്ടി വരും. ജോണിക്കുട്ടിയുടെ സഹായം? എനിക്ക് മനസ്സിലായില്ല. അതൊരു വലിയ കഥയാ ഉത്തമ. തൽക്കാലം ഞാൻ ചുരുക്കി പറയാം. താലൂക്ക് ഓഫീസ് ജോലി ഉണ്ടായിരുന്ന തങ്കപ്പ സാറിന് ഉത്തമൻ ഓർമ്മയുണ്ടോ? അറിയാം. എന്തോ അന്വേഷണം വന്ന് സസ്പെൻഷനിലായ തങ്കപ്പ സാറല്ലേ? അത് തന്നെ. സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു കയറാനൊന്നും സാറ് നിന്നില്ല. ജോലി രാജിവെച്ച് പുറത്തിറങ്ങി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങി. ഇപ്പൊ ഭയങ്കര കാശുകാരനാ. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഉള്ള കാര്യം പറയണല്ലോ വക്കീലേ, ആളൊരു ഭയങ്കര കള്ളനാണ്. തങ്കപ്പ സാറുമായി ഒരു ഇടപാടിന് പോയി കഴിഞ്ഞാൽ അയാൾ നമ്മളെ പറ്റിക്കും. എത്ര പാവപ്പെട്ട മനുഷ്യന്മാരെ പെരുവഴിയിലാക്കിയിട്ടുണ്ടെന്നറിയാമോ? എനിക്കെല്ലാം അറിയാം. അത് തന്നെയാണല്ലോ എന്റെയും പ്രശ്നം. പക്ഷെ മോഹനേട്ടന് തങ്കപ്പ സാറിനെ ഭയങ്കര ബഹുമാനമാ. അതങ്ങനെയല്ലേ വരുള്ളൂ. റവന്യൂ വകുപ്പ് ജോലിയുള്ള എല്ലാവരും മോഹനേട്ടന് കാണപ്പെട്ട ദൈവങ്ങളാണല്ലോ. പുത്തമ്പരക്കിലെ ദാസപ്പൻ ഉത്തമൻ അറിയാലോ? ആ വർക്ക്ഷോപ്പൊക്കെ നടത്തുന്നത്. ദാസപ്പന്റെ വർക്ക്ഷോപ്പ് ഇരിക്കുന്ന സ്ഥലത്തിൽ 4 സെന്റ് തങ്കപ്പ സാറിന്റെയാണെന്ന് പറഞ്ഞ് തങ്കപ്പ സാറ് പോലീസിൽ പരാതിപ്പെട്ടു. എത്രയോ വർഷമായിട്ട് ദാസപ്പന്റെയാ. പക്ഷേ തങ്കപ്പ സാർ എന്തോ കള്ളരേഖ ഉണ്ടാക്കി കേസ് കൊടുത്തു. പിന്നെ പോലീസുകാർക്ക് എന്തോ ചില്ലറയും കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും പോലീസുകാർ ആ പാവ ദാസപ്പനെ വരട്ടെ. പേടിച്ചു പോയ ദാസപ്പൻ മിനിങ്ങാൻ തന്നെ വഴി വെച്ച് കണ്ടു. വക്കീൽ എന്നെ സഹായിച്ചേ പറ്റൂ. തങ്കപ്പ സാറ് പറയുന്ന മുഴുവൻ കള്ളമാ. അച്ഛന്റെ കാലം തൊട്ട് ഞങ്ങളുടെ വർക്ക്ഷോപ്പ് നടത്തുന്നതാ. ഇപ്പൊ ആ ഭൂമി തങ്കപ്പ സാറിന് എന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാ? ദാസപ്പൻ പറയുന്നല്ല എനിക്ക് മനസ്സിലായി. കേട്ടിടത്തോളം ന്യായം ദാസപ്പന്റെ പക്ഷത്ത് തന്നെയാ. പക്ഷേ എനിക്കിപ്പോ തീരെ സമയമില്ല. വക്കീൽ അങ്ങനെ പറയരുത്. വക്കീൽ വാദിച്ചാൽ എന്റെ കേസ് ജയിക്കൂ. വേറെ വലിയ വലിയ വക്കീലന്മാർ കൊടുക്കാനുള്ള കാശ് എന്റെ കയ്യിലില്ല. ദാസപ്പനെ സഹായിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ സമയം വേണ്ടേ? ഇപ്പൊ തന്നെ എനിക്ക് ആകാവുന്നതിൽ കൂടുതൽ കേസുണ്ട്. ഇനി ദാസപ്പന്റെ കേസും കൂടി ഏറ്റിട്ടുണ്ടെങ്കിൽ നിന്ന് തിരിയാൻ സമയം കിട്ടില്ല. ഒടുവിൽ ദാസപ്പന് തന്നെ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാ ദാസപ്പൻ വേറൊരു വക്കീലിനെ നോക്ക്. ദാസപ്പന്റെ കേസ് വക്കീലേക്കാത്തത് കഷ്ടമായി പോയി. എന്ത് തിരക്കുണ്ടെങ്കിലും ആ കേസ് ഏറ്റെടുക്കണമായിരുന്നു. വക്കീലെ, ദാസപ്പൻ ഒരു പാവമല്ലേ? തിരക്കുള്ളതുകൊണ്ടല്ല ഉത്തമ ഞാൻ കേസ് ഏക്കാതിരുന്നത്. തങ്കപ്പ സാറിനെതിരെയുള്ള കേസ് ഞാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ മോഹനയുടെ പിന്നെ എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കോ? അവര് തമ്മിൽ അത്രയ്ക്ക് അടുപ്പമല്ലേ. കുടുംബ സമാധാനം ഓർത്ത് മാത്രമാണ് ഞാൻ ആ കേസ് വിട്ടത്. അല്ല, ഇപ്പൊ എന്താണ് വക്കീലെ പ്രശ്നം? തങ്കപ്പ സാർ മോഹനേട്ടനെ വിളിച്ച് തങ്കപ്പ സാറിന്റെ വക്കാലത്ത് ഞാൻ ഏക്കണമെന്ന് പറഞ്ഞു. എന്തൊരു അന്തസ്സില്ലാത്ത പരിപാടിയായി പോകുന്നു ഉത്തമൻ തന്നെ ആലോചിച്ച് നോക്കി. ദാസപ്പൻ എന്നെ കാണാൻ വരുമ്പോ തിരക്കാണ് എന്ന് പറഞ്ഞു ഞാൻ എതിർകക്ഷിയുടെ വക്കാലത്ത് ഏറ്റിട്ടുണ്ടെങ്കിൽ അത് അന്തസ്സില്ലായ്മയായി പോയില്ലേ? എന്റെ സ്കൂട്ടറിന് എന്തെങ്കിലും തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ ഓടി വന്ന് ശരിയാക്കി തരുന്ന ആളാ ദാസപ്പൻ. ആ ദാസപ്പനെതിരെ ഞാൻ എങ്ങനെയാ തങ്കപ്പ സാറിന്റെ കേസ് വാദിക്കുക? വക്കീല് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഇതിപ്പോ ജോണിക്കുട്ടി കൊണ്ട് എന്താണ് കാര്യം? അതാണ് ജോണിക്കുട്ടിയുടെ കാര്യം ഞാൻ വിചാരിച്ചാൽ ശരിയാകുമെന്ന് ഉത്തമൻ ജോണിക്കുട്ടിയോട് പറയുന്നു. വക്കീൽ വിചാരിച്ചാൽ ശരിയാകുമെന്ന്? അങ്ങനെ ജോണിക്കുട്ടി ഇവിടെ വരുന്നു. ഞാൻ ജോണിക്കുട്ടിക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നു. മോഹനേട്ടൻ പറ്റില്ല എന്ന് പറയുന്നു. ഞാനും മോഹനേട്ടൻ തമ്മിൽ വഴക്കുണ്ടാവുന്നു. മോഹനേട്ടൻ തങ്കപ്പ സാറിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ജോണിക്കുട്ടിയുടെ കാര്യം പറയുന്നു. എന്തായാലും ജോണിക്കുട്ടിയുടെ കാര്യം ചെയ്യാൻ പാടില്ലാത്തല്ലേ? അതെ അതെ അതെ. അല്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ സാറിന്റെ ജോലി പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ രക്ഷപ്പെട്ടു. ഞങ്ങൾ തമ്മിലുള്ള വഴക്കിന്റെ പേരിൽ എനിക്ക് തങ്കപ്പ സാറിന്റെ കേസ് ഒഴിവാക്കാലോ. വഴക്കുണ്ടാക്കിയല്ലാതെ എനിക്ക് ഇതിനകത്ത് ഒഴിയാൻ പറ്റില്ല ഉത്തമ. സംഭവമൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ചെല്ലുന്ന നോക്കി ജോണിക്കുട്ടി വഴി നിൽക്കുകയാണ്.
ഒരു അരമണിക്കൂറിൽ ഞാൻ അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിടും. ബാക്കിയൊക്കെ വക്കീലിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ജോണിക്കുട്ടി ഒന്ന് വന്ന് കിട്ടിയ ബാക്കി കാര്യം ഞാൻ ഏറ്റു. വക്കീല് പറഞ്ഞ മോഹൻ സാർ കേക്കൂ? അതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ വക്കീലിനെ പോയി കണ്ടനെ. അങ്ങനെ നീ പോയി പണഞ്ഞ വക്കീല് കേൾക്കൊന്നുമില്ല. പറഞ്ഞു വരുമ്പോ മോഹൻ സാറിനെ കാള് ചിട്ടക്കാരിയാണ് വക്കീല്. ഓ, ഞാൻ ഈ കേസ് വിശദമായിട്ട് പറഞ്ഞപ്പോ വക്കീല് പറഞ്ഞു ശുപാർശ ചെയ്യാന്ന്. നീ നേരെ അങ്ങോട്ട് ചെന്നിട്ട് വക്കീലിനോട് കാര്യം പറയുക. ബാക്കിയൊക്കെ വക്കീല് നോക്കിക്കോളും. അപ്പൊ എന്റെ പോക്കോരോ നടക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ? പോക്കും നടക്കും, വരവും നടക്കും. എന്താ? അല്ല, എന്റെ പോക്കോരോ നടക്കുന്നുള്ള കാര്യം ഉറപ്പാ. നീ അങ്ങ് ചെന്നാ മതിയുടെ ജോണിക്കുട്ടി. ചോറ്റുപാത്രേ, വൈകിട്ട് ഞാൻ വരാൻ കുറച്ച് വൈകും. രാഘവൻ ചേട്ടന്റെ സ്ഥലം ഒന്ന് നോക്കാൻ പോകാൻ. നാളെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാം എന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് വേണ്ടി സ്ഥലം നോക്കാൻ പോകേണ്ടത് മോഹനേട്ടന്റെ ജോലിയുടെ ഭാഗമല്ലേ? അപ്പൊ പിന്നെ വൈകിട്ട് ആഫീസിൽ നിന്ന് ഒരു അരമണിക്കൂർ നേരത്തെ ഇറങ്ങിക്കൂടെ? ഇറങ്ങാം. ആ, പക്ഷെ എന്റെ ആവശ്യം എന്താ? നിയമവും ന്യായവും പറഞ്ഞ് ജോലി ചെയ്യാതിരിക്കുക എന്നുള്ളത് കെ മോഹനേട്ടന്റെ രീതിയല്ല. ഞാൻ ഇറങ്ങുന്നു. അയ്യോ, അല്ല, അങ്ങനെ ഇപ്പൊ പോലെ ഒരു 5 മിനിറ്റ് നിൽക്കേ. എന്തിന്? അല്ല, എന്ന് പറയുന്ന സമയം ആയോ? ഇല്ല, 5 മിനിറ്റ് കഴിഞ്ഞ് പോവാ. 5 മിനിറ്റ് നേരത്തെ ഇറങ്ങുന്നോണ്ട് കുഴപ്പമല്ലോ ഉണ്ടോ? അല്ല, അതെ, രാവിലെ തങ്കപ്പ സാറ് വിളിച്ച കാര്യം മോഹനേട്ടൻ പറഞ്ഞില്ലായിരുന്നോ? എന്തോ ഒരു കേസിന്റെ കാര്യത്തിന്. അത് നീ പറഞ്ഞ നന്നായി. ഞാൻ മറന്നിരിക്കുകയായിരുന്നു. തങ്കപ്പൻ സാർ വിളിച്ചത് എന്തിനാണ് എന്ന് വെച്ചാൽ അദ്ദേഹവും ദാസപ്പനും തമ്മിൽ ഒരു കേസ്. അതാരാ? ഞാൻ നോക്കിക്കോളാം. നമസ്കാരം വക്കീലെ, ഞാൻ ഉത്തമം പറഞ്ഞിട്ട് വന്നതാ. എനിക്ക് മനസ്സിലായി, പോക്കൂരോ മടങ്ങിയല്ലേ? കുഴപ്പം എന്തായിരുന്നു പറഞ്ഞത്? അല്ല, അത് പിന്നെ ആധാരം എഴുതിയപ്പോ ഒരു അബദ്ധം പറ്റി. 6 സെന്റ് അധികമായി പോയി. അത് അബദ്ധം പറ്റിയതാണെന്ന് ജോണിക്കുട്ടി പറയുമ്പോ ഞാനതങ്ങ് വെള്ളം തൊടാതെ വിഴുങ്ങും എന്ന് കരുതുന്നുണ്ടോ? വെറുതെ കിടന്ന സർക്കാർ പുറമ്പോക്ക് അടിച്ചു മാറ്റി സ്വന്തം പേരിലാക്കാൻ നോക്കി. മോഹനേട്ടൻ അത് കണ്ടുപിടിച്ചു. അതല്ലേ സത്യം? പറ്റിപ്പോയി വക്കീലെ. പക്ഷെ അതും പറഞ്ഞ് പോക്കോരോ മുടങ്ങിയ എന്റെ കാര്യം കട്ട പുകയാവും. വക്കീലൊന്ന് സഹായിച്ചാൽ ഞാൻ രക്ഷപ്പെടും. ഉത്തമം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ സഹായിക്കാം. മോഹനേട്ടാ, പിന്നൊരു കാര്യം, മേലിൽ ഇമാതിരി വേലകൾ കാണിച്ചിട്ട് ഒന്ന് ശുപാർശ ചെയ്യ് വക്കീലേ എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വരരുത്. ഇല്ല, വരില്ല വക്കീലേ. മോഹനേട്ട വരുമ്പോ ജോണിക്കുട്ടി സംസാരിക്കണ്ട. ഞാൻ കാര്യം പറഞ്ഞോളാം. അതിനിടെ കയറി ഒരക്ഷരം പോലും മിണ്ടരുത്. ഇല്ല. ഞാൻ കാര്യം പറഞ്ഞു കഴിയുമ്പോ മോഹനേട്ടൻ പറയും നടക്കില്ലാന്ന്. അത് മോഹനേട്ടന്റെ സ്ഥിരം രീതിയാ. നിയമപ്രകാരം ചെയ്യാൻ പറ്റില്ല, മോഹനേട്ടന്റെ ജോലി പോകുന്ന കാര്യമാണെന്നൊക്കെ മോഹനേട്ടൻ പറയും. അത്രയും കേട്ട് കഴിയുമ്പോ ജോണിക്കുട്ടി ഒന്നും ഇടാൻ സ്ഥലം വിട്ടോളണം. പിന്നെ പറയേണ്ട കാര്യങ്ങൾ ഞാനും മോഹനേട്ടൻ തമ്മിൽ പറഞ്ഞോളാം. മനസ്സിലായല്ലോ ജോണിക്കുട്ടി? ശരി, അപ്പോ നല്ല മര്യാദക്കാരനായിട്ട് തോന്നും. നമസ്കാരം സർ. ജോണിക്കുട്ടിക്ക് മലയാളം അറിയാം എന്നാണ് എന്റെ ധാരണ. മിനിഞ്ഞാന്ന് രാവിലെ പച്ച മലയാളത്തിൽ ഞാൻ ജോണിക്കുട്ടിയോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ജോണിക്കുട്ടി കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ആധാരത്തിൽ വസ്തുവിന്റെ അതിർത്തി അടയാളപ്പെടുത്തിയതിൽ ഒരു ചെറിയ പിശകുണ്ടായി പോയെന്നുള്ളത് സത്യമാണ്. അതെ, ആ ചെറിയ പിശക് വഴി ജോണിക്കുട്ടിക്ക് 6 സെന്റ് സർക്കാർ പുറമ്പോക്ക് കയ്യിൽ കിട്ടി. അത് ജോണിക്കുട്ടി മനഃപൂർവ്വം വേണമെന്ന് വെച്ച് ചെയ്തതല്ല മോഹനേട്ടാ. ആധാരം എഴുതിയപ്പോ ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഇനിയിപ്പോ ആധാരം തിരുത്താനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് വൈകും. മോഹനേട്ടൻ ആ ആധാരം ഒന്ന് പോക്കുവരവ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ജോണിക്കുട്ടി ആകെ കുഴപ്പത്തിലാവും. ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കണമെന്ന് പറയാനാ ജോണിക്കുട്ടി വന്നത്. അല്ല, ഞാനൊന്ന് പറയട്ടെ, മുഴുവൻ പറയട്ടെ. ജോണിക്കുട്ടി എനിക്ക് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ള ആളാ. കഴിഞ്ഞ മാസം ഞാനൊരു കേസ് വാദിച്ചില്ലേ, പുരുഷോത്തമൻ ചേട്ടന്റെ. ആ കേസ് എനിക്ക് പിടിച്ചെന്നത് ജോണിക്കുട്ടിയാ. അങ്ങനെയുള്ള ജോണിക്കുട്ടി എന്നോടൊരു സഹായം ചോദിക്കുമ്പോ ഞാൻ എങ്ങനെയാ മോഹനേട്ട പറ്റില്ല എന്ന് പറയുന്നത്?
മോഹനേട്ടൻ ആ പോക്കുവരൊന്ന് ചെയ്ത് കൊടുക്കണം. ഭാമേ, വില്ലേജ് ഓഫീസിലെ കാര്യങ്ങൾ നടക്കുന്നത് സർക്കാർ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചാണ്. ആ ചട്ടങ്ങൾ അനുസരിച്ച് ജോലി ചെയ്യാനാണ് സർക്കാർ എനിക്ക് ശമ്പളം തന്നവിടെ ഇരുത്തിയിരിക്കുന്നത്. ജോണിക്കുട്ടി ഇപ്പോൾ കൊണ്ടുവന്ന ആധാരം ഒരു കാരണവശാലും പോക്കുവരവ് ചെയ്യാൻ നിയമം അനുവദിക്കില്ല. ജോണിക്കുട്ടിക്ക് വേണ്ടി ശുപാർശ ചെയ്ത് നീ ആയതുകൊണ്ട് മാത്രം ഞാനത് സമ്മതിക്കുന്നു. വലിയ ഉപകാരം. ജോണിക്കുട്ടി, ഒരു 11 മണിയാകുമ്പോ വില്ലേജ് ഓഫീസിലേക്ക് വന്നോളൂ. ഇന്ന് തന്നെ പോക്കുവരവ് ചെയ്തു തരാം. മതി സാർ. പക്ഷെ മോഹനേട്ടാ, എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായി. അല്ല, അങ്ങനെ അത് ശരിയാവില്ല. അത് അങ്ങനല്ലേ വേണ്ടേ? എന്നാലും വക്കീലിന്റെ വാക്ക് അതേപടി സാർ അനുസരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വക്കീലൊരു ഭയങ്കര സംഭവം തന്നെ. എന്റെ വായിലിരിക്കുന്നവരും കേൾക്കാൻ നിൽക്കാതെ വേഗം സ്ഥലപ്പെടാൻ നോക്കൂ. ഒരു പോക്കുവരവായിട്ട് വന്നിരിക്കുന്നു. ആ പോക്കുവരവ് ഞാൻ നടത്തി തരാം. ഇതെന്താ വക്കീൽ കൂറുമറിയൂ? മോഹനേട്ടാ, മോഹനേട്ടൻ എന്താ പറഞ്ഞിട്ട് വന്നേ? നീ കേട്ടില്ലായിരുന്നോ? ജോണിക്കുട്ടിയുടെ ആധാരം പോക്കുവരവ് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? 6 സെന്റ് പുറമ്പോക്ക് ആധാരത്തിൽ ചേർത്ത് എഴുതിയിരിക്കില്ലേ? അതെ, നിയമപ്രകാരം തെറ്റുവാ. പക്ഷെ നീ ശുപാർശ ചെയ്തൊരു കാര്യം പറ്റില്ല എന്ന് പറയുന്നത് എങ്ങനെയാ ഭാമേ? പറയുന്ന കേട്ടതൊന്നും ഇതിനു മുന്നേ ഞാൻ ശുപാർശ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങൾ മോഹനേട്ടൻ കേട്ടിട്ടുണ്ടെന്ന്. ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. പക്ഷെ ഇനി അങ്ങോട്ട് നീ ശുപാർശ എന്നൊക്കെ കേൾക്കാൻ തീരുമാനിച്ചു. എന്തായാലും നീ എന്റെ ഭാര്യയല്ലേ? എനിക്ക് ദോഷം വരുന്നൊരു കാര്യം നീ മനഃപൂർവ്വം പറയോ? ഇല്ല. പക്ഷെ മോഹനേട്ടാ, അതെ, അങ്ങനെ ഇടവും വല്ലതും നോക്കാതെ പോക്കുവരവ് നടത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ മോഹനേട്ട കുഴപ്പത്തിലാവില്ലേ? ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ പല വില്ലേജ് ഓഫീസർമാർ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോ പിടിക്കപ്പെടാറുണ്ട്. അത്രേ ഉള്ളൂ. അല്ല, ഇത് പ്രശ്നമാവില്ലെന്ന് മോഹനേട്ടൻ ഉറപ്പുണ്ടോ? അങ്ങനെ ഉറപ്പൊന്നുമില്ല. പക്ഷേ കൊറേ കാലമായി നീ പരാതി പറയുന്നല്ലേ, നീ പറയുന്നൊന്നും വഹിക്കുന്നില്ല, കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്ന്. ആ പരാതി ഒഴിവാക്കാൻ ഞാൻ തീരുമാനിച്ചു. നീ എന്ത് ശുപാർശ പറഞ്ഞാലും ഞാനത് അനുസരിക്കും. അതിന് ഞാൻ ശുപാർശ ചെയ്താലല്ലേ? നീ ഇപ്പൊ ശുപാർശ ചെയ്തല്ലോ. ഞാൻ വെറുതെ മോഹനേട്ടനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാനൊരു കാര്യം പറഞ്ഞാൽ മോഹനേട്ടൻ അനുസരിക്കോ എന്നറിയാൻ വേണ്ടി. മോഹനേട്ടൻ അനുസരിക്കുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്റെ ശുപാർശ പിൻവലിച്ചു. ഇനിയിപ്പോ നീ പിൻവലിച്ചിട്ട് വരുന്നില്ല. ജോണിക്കുട്ടി ഞാൻ വാക്ക് പറഞ്ഞു പോയില്ലേ? അതുകൊണ്ടതാ ആ പോക്കുവരവ് ചെയ്ത് കൊടുക്കും അത്ര തന്നെ. ഞാൻ സമ്മതിക്കൂല. മോഹനേട്ടാ, ഇത് തീക്കളിയാണ്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു അഴിമതിയും കാണിക്കാത്ത മോഹനേട്ടൻ എന്തിനാണ് വെറുതെ ഈ ചിത വരേക്കുന്നത്? ജോണിക്കുട്ടി പോവാ മോഹനേട്ടാ. പുറമ്പോക്ക് കയ്യേറി ലാഭം ഉണ്ടാക്കാൻ നോക്കിയതല്ലേ? ഒരിക്കലും പോക്കുവരവ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ജോൺകുട്ടിയായിരിക്കും. അയാളെ ഞാൻ പറഞ്ഞു വിട്ടോളാം. മോഹനേട്ടൻ ഇതിൽ ഇടപെടരുത്. ദാസപ്പനോ? എന്റെ ഈശ്വര, മോഹനേട്ടൻ ദാസപ്പനെ കണ്ട എന്റെ സകല പരിപാടിയും പുളി. ദാസപ്പനോട് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞതല്ലേ. ദാസപ്പന്റെ കേസ് വാദിക്കാൻ എനിക്ക് തീരെ സമയമില്ല. ഒരു പ്രാവശ്യം പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പുറകെ നടക്കുന്ന എന്തിനാ ദാസപ്പ? ദാസപ്പന്റെ ഈ ഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഞാൻ ഒരാൾ മാത്രമേ വക്കീലുള്ളതായിട്ട് തോന്നൂലോ. ഇനി ഇവിടെ നിന്ന് ദാസപ്പനെ മോഹനേട്ടൻ എങ്ങാനും കണ്ടാൽ അതിന് ദോഷം ദാസപ്പന് തന്നെയായിരിക്കും. ഞാൻ തങ്കപ്പ സാറിന് കേസ് വാദിക്കേണ്ടി വരും. അവസാനം ദാസപ്പൻ കേസ് തോറ്റു കഴിയുമ്പോൾ ഞാൻ പറ്റിച്ചു എന്ന് പറഞ്ഞു വരരുത്. ദാസപ്പനോടുള്ള പരിചയം വെച്ച് തങ്കപ്പ സാറിന്റെ ആ കേസ് ഒഴിയാൻ ഞാൻ പെടുന്ന പെടാപ്പാടെന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇതാ ദാസപ്പ തന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയാലോ? ദാസപ്പ എത്ര പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. വീട്ടിൽ വരുന്ന ഒരാളോട് വേഗം സ്ഥലം വിടാൻ പറയുന്നത് എവിടത്തെ മര്യാദയാണ്? അല്ല, ഇത് ഞാനും ദാസപ്പനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. അല്ലല്ലോ. ദാസപ്പൻ വന്നത് ഞാൻ പറഞ്ഞിട്ടാണ്. തങ്കപ്പ സാറിനെതിരെയുള്ള കേസിന്റെ കാര്യത്തിനായി ഈ ദാസപ്പൻ മെനിങ്ങാൻ നിന്നെ ഒന്ന് കണ്ടായിരുന്നു. കണ്ടു. അപ്പൊ നീ എന്ത് പറഞ്ഞു? കേസ് വാദിക്കാൻ പറ്റില്ലെന്ന്. കാരണം? അത് എനിക്ക് തീരെ സമയമില്ലാത്തോണ്ട്. കള്ളം. നിനക്ക് ധാരാളം സമയമുണ്ട്. പക്ഷേ
തങ്കപ്പൻ സാറിനെതിരെയുള്ള കേസായതുകൊണ്ട് ഞാൻ വഴക്കുണ്ടാക്കിയാലോ എന്ന് പേടിച്ച് നീ ദാസപ്പനെ ഒഴിവാക്കി. ഇന്നലെ ദാസപ്പൻ എന്നെ വന്ന് കണ്ട് നിന്നെ കൊണ്ട് കേസ് വാദിപ്പിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദാസപ്പനോട് ഇവിടെ വന്ന് നിന്നെ കണ്ടോളാം. പക്ഷേ മോഹനേട്ടാ, നീ ദാസപ്പന്റെ കേസ് വാദിക്കാൻ തയ്യാറാണോ അല്ലയോ? തയ്യാറാണ്. ദാസപ്പന്റെ പ്രശ്നം തീർന്നല്ലോ. അപ്പോ ദാസപ്പൻ വിട്ടോളൂ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ വക്കീലും കക്ഷിയും കൂടി വക്കീൽ ഓഫീസിലും ചർച്ച ചെയ്യുന്നതാണ് നല്ലത്. വലിയ ഉപകാരം സാർ. വക്കീൽ വാദിച്ചാൽ ഞാൻ ജയിക്കും. വക്കീൽ വാദിക്കും, ജയിക്കൂല്ലെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ വരട്ടെ വക്കീലെ. തങ്കപ്പ സാറ് മോഹനേട്ടനെ വിളിച്ച് എന്നെ കേസ് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ? ഇല്ല, ദാസപ്പന്റെ കേസ് വാദിക്കുന്നത് നീയാണ് എന്നാരോ പറഞ്ഞതിന്റെ പേരിൽ എന്നെ വിളിച്ച് നിന്നെ പറഞ്ഞു വിലക്കണം എന്ന് പറഞ്ഞു. ആ കാര്യം പറയാൻ ഞാൻ പല പ്രാവശ്യം നോക്കിയിട്ടും നീ സമ്മതിച്ചു. അല്ല, അത് ഞാൻ കേസിന്റെ കാര്യങ്ങളൊക്കെ നീയാണ് തീരുമാനിക്കുന്നത്, ഞാൻ അതിൽ ഇടപെടാറില്ല എന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അയ്യോ, സത്യം പറയാലോ, ഞാൻ വിചാരിച്ചു. നീ വിചാരിച്ചെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ, എങ്ങനെയെങ്കിലും വഴക്കുണ്ടാക്കി അതിന്റെ പേരിൽ തങ്കപ്പ സാറിന്റെ കേസിൽ നിന്ന് ഒഴിയുക. അതിനാണ് നീ ജോണിക്കുട്ടിയുടെ കാര്യം ഒരു കാര്യവുമില്ലാതെ ശുപാർശ ചെയ്തത്. മനസ്സിലായിരുന്നല്ലേ? എനിക്ക് നിന്നെ മനസ്സിലാകും പോലെ വേറെ ആർക്ക് നിന്നെ മനസ്സിലാകും? എന്റെ സന്തോഷത്തെ ഓർത്ത് മാത്രമാണ് നീ ആ ദാസപ്പന്റെ കേസ് വേണ്ട എന്ന് വെച്ചത്. അതുകൊണ്ട് നിന്റെ സന്തോഷത്തെ ഓർത്ത് ഞാൻ ദാസപ്പനെ ഇവിടെ വിളിച്ചോണ്ട് വന്നു. പകരത്തിൽ പകരം. അപ്പൊ ജോണിക്കുട്ടിയുടെ കാര്യം? ജോണിക്കുട്ടിയുടെ കാര്യം നടന്നത് തന്നെ. വരട്ടെ. വക്കീലിന്റെ കണക്ക് കൂട്ടൽ സാധാരണ തെറ്റാറുള്ളതല്ല. പക്ഷേ മോഹനകൃഷ്ണന്റെ കൂടെ ജീവിച്ച് എടുത്തുചാട്ടത്തിന്റെ രോഗം സത്യഭാമയ്ക്കും പകർന്നതാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഭാര്യയും ഭർത്താവും വിചാരിച്ചതുപോലെ തന്നെ കഥ അവസാനിച്ച നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.